കോൾപോസ്കോപ്പി. ഗർഭാശയമുഖം അഥവാ സെർവിക്സ്, അതുപോലെ വജൈന, ഈ ഭാഗത്ത് എന്തെങ്കിലും രീതിയിലുള്ള അബ്നോർമൽ പ്രോബ്ലംസ് കാണുകയാണെങ്കിൽ അതിനെ വ്യക്തമായി, അതായത് മാഗ്നിഫൈങ് വ്യൂവിലൂടെ വലുതായിട്ട് കാണാൻ നമ്മൾ ചെയ്യുന്നതാണ് കോൾപോസ്കോപ്പി. ഇനി ഇത് നമ്മൾ എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. 1. പാപ്സ്മിയർ ടെസ്റ്റ് അബ്നോർമലായിട്ട് കാണുകയാണെങ്കിൽ. 2. നമ്മുടെ സെർവിക്സ് ഏരിയ അബ്നോർമാലിറ്റി എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, നമ്മുടെ പെൽവിക് എക്സാമിനേഷൻ്റെ സമയത്ത് സെർവിക്സ് ഏരിയയിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി കാണുകയാണെങ്കിൽ. 3. ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, HPV വൈറസിൻ്റെ പ്രസൻറ്റ് മനസ്സിലാക്കുകയാണെങ്കിൽ. 4. നമുക്ക് എന്തെങ്കിലും വജൈനൽ ബ്ലീഡിങ്ങോ ഡിസ്ചാർജോ ഒക്കെ കൂടുതലായിട്ട് വരുവാണെങ്കിൽ കോൾപോസ്കോപ്പി ചെയ്ത് നോക്കേണ്ടതാണ്. ഇപ്പോൾ പറഞ്ഞ എല്ലാ ഇൻഡിക്കേഷനും ഉണ്ടെങ്കിൽ ഒരു ഡോക്ടർ നമ്മൾക്ക് കോൾപോസ്കോപ്പിക്ക് നിർദ്ദേശിക്കും. അബ്നോർമൽ പാപ്സ്മിയർ ടെസ്റ്റ്, അതായത് പാപ്സ്മിയർ ടെസ്റ്റ് എന്താണ് അല്ലെങ്കിൽ എന്തിനാണ് ചെയ്യുന്നതെന്ന് ഏറെക്കുറെ എല്ലാ പേർക്കും അറിയാമല്ലോ. ഗർഭാശയമുഖ ക്യാൻസർ, അതായത് സെർവിക്കൽ ക്യാൻസർ മുൻകൂട്ടി അറിയാൻ വേണ്ടിയാണ് പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യുന്നത്. 25 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിൽ എല്ലാ 3 കൊല്ലം കൂടുമ്പോഴും ഈ ഒരു ടെസ്റ്റ് ചെയ്യേണ്ടത് നല്ലതാണ്. ഇനി 54 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിലാണെങ്കിൽ 5 കൊല്ലത്തിലൊരിക്കൽ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ പാപ്സ്മിയർ ടെസ്റ്റിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി കണ്ടെത്തി കഴിഞ്ഞാൽ കോൾപോസ്കോപ്പി ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഗർഭാശയമുഖം കുറച്ച് വലുതായി കണ്ടുകൊണ്ട് അതിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടോ എന്ന് വളരെ വ്യക്തമായി നോക്കാനായിട്ട് കഴിയും. ഇനി ഇങ്ങനെ നോക്കുന്ന ടൈമിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി കണ്ടെത്തിയാൽ അവിടുന്ന് ബയോപ്സി ടിഷ്യൂ എടുത്ത് ടെസ്റ്റിന് വിടുന്നു. രണ്ടാമത്തെ കാരണം, നമ്മൾ സാധാരണ റൊട്ടീനായിട്ടുള്ള ഗൈനക്കോളജി ചെക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സെർവിക്സിൽ സാധാരണ രീതിയിലേക്കാളും കുറച്ച് വലിപ്പത്തിൽ അസാധാരണമല്ലാത്ത രീതിയിലോ കാണുകയാണെങ്കിൽ അതിന് കോൾപോസ്കോപ്പി ചെയ്തു നോക്കുന്നത് അത്യാവശ്യമാണ്. ഇനി വജൈനൽ ഏരിയയിൽ ഒരു കാരണവുമില്ലാതെ ഉണ്ടാകുന്ന ചൊറിച്ചിൽ, അതുപോലെ ഡിസ്ചാർജ് വരുന്നത് കൂടുതലാണെങ്കിലും ആ ഭാഗത്ത് നീര് വരുന്നുണ്ടെങ്കിലും, അതുപോലെ അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ ഉണ്ടാകുന്ന ബ്ലീഡിങ്ങും, പ്രത്യേകിച്ച് സെക്ഷൽ കോണ്ടാക്റ്റിന് ശേഷം ഉണ്ടാകുന്ന ബ്ലീഡിങ്ങും ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ കോൾപോസ്കോപ്പി ചെയ്യുന്നത് നല്ലതാണ്. ഇനിയുള്ള ഒരു ഇൻഡിക്കേഷനാണ് HPV ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഇത് ഗർഭാശയമുഖ ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു പ്രധാന വൈറസാണ്. ഇതിൻ്റെ ടെസ്റ്റിങ്ങിൽ അബ്നോർമാലിറ്റീസ് കാണുന്നെങ്കിൽ ഇത് ടെസ്റ്റ് ചെയ്ത് HPV വൈറസ് പ്രസൻ്റ് ആണെന്ന് കണ്ടു കഴിഞ്ഞവർക്കും കോൾപോസ്കോപ്പി ചെയ്ത് നോക്കാറുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കോൾപോസ്കോപ്പി എന്ന് പറയുന്നത് ഒരു മാഗ്നിഫൈയിങ് ചെയ്ത് കാണിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതൊരു സാധാരണ OPD പ്രൊസീജിയറാണ്. സാധാരണ 15 അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് ഇത് കഴിയുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നതെന്ന് നോക്കാം. പേഷ്യൻറ്റിനെ നമ്മൾ ഡെലിവറി പൊസിഷനിലാണ് കിടത്തുന്നത്. ഇതിനെ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് കോൾപോസ്കോപ്പ്. ഇതാണ് കോൾപോസ്കോപ്പി. ഇതൊരു കമ്പ്യൂട്ടറുമായി കണക്റ്റഡ് ആയിരിക്കും. ഇതിലൂടെയുള്ള ഇമേജൊക്കെ നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണാൻ കഴിയും. ഇതൊരു 10 അല്ലെങ്കിൽ 20 മിനിറ്റ് ചെയ്ത് തീർക്കുന്ന ഒരു കാര്യമാണ്. പേഷ്യൻറ്റിനെ എക്സാമിനേഷൻ ടേബിളിൽ കിടത്തി നമ്മൾ ഡെലിവറി പൊസിഷനിൽ കിടത്തി എന്നിട്ട് വജൈനയിൽ ഒരു സ്പെക്കുലം വെക്കുന്നു. എന്നിട്ട് വജൈനയും സെർവിക്സും ക്ലീൻ ചെയ്തതിന് ശേഷം എക്സാമിൻ ചെയ്യാൻ പോകുന്ന ആള് കോൾപോസ്കോപ്പ് വെച്ചിട്ട് വൾവയും വജൈനയും സെർവിക്സും എക്സാം ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ അബ്നോർമൽ അല്ലാത്ത എന്തെങ്കിലും ഡോക്ടർ കണ്ടാൽ അത് ബയോപ്സി ടെസ്റ്റിന് എടുക്കുകയോ അതുപോലെ തന്നെ ഹിസ്റ്റോപാത്തോളജിക്കൽ എക്സാമിനേഷൻ അയക്കുകയും ചെയ്യും. ഇനി കോൾപോസ്കോപ്പി കഴിഞ്ഞിട്ട് ആ ദിവസം തന്നെ നമുക്ക് നോർമൽ ബാക്ക് ടു ലൈഫിലേക്ക് വരാനായിട്ട് സാധിക്കും. ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്ക് അങ്ങനെയൊക്കെ. അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ജസ്റ്റ് ഒരു OPD പ്രൊസീജിയർ ആണല്ലോ. ഇനി എന്തെങ്കിലും റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിൽ നമ്മൾ ബയോപ്സി എടുക്കുകയാണെങ്കിൽ ഒരു 24 അല്ലെങ്കിൽ 48 മണിക്കൂറൊക്കെ സെക്ഷൽ കോണ്ടാക്റ്റിൽ പാടുള്ളതല്ല. ഈ ഒരു പ്രൊസീജിയർ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. സാധാരണ രീതിയിൽ ഒരു കോംപ്ലിക്കേഷനും ഇല്ലാത്തൊരു പ്രൊസീജിയറാണിത്. ഇനി ബയോപ്സി എടുക്കുവാണെങ്കിൽ ചിലപ്പോൾ വജൈനൽ ബ്ലീഡിങ് അല്ലെങ്കിൽ ചിലപ്പോൾ ഡിസ്ചാർജ്, സ്പോട്ടിങ് പോലെയൊക്കെ നമുക്ക് മൈൽഡായിട്ടുള്ള ചെറിയ ബ്ലീഡിംഗ് ഒക്കെ ചിലപ്പോൾ കാണാം. അതുപോലെ അടിവയറ്റിൽ ചെറിയ വേദനയും ഉണ്ടാകാം. ഇതിൽ കൂടുതലായിട്ടുള്ള ഒരു കോംപ്ലിക്കേഷനും ഈ ഒരു പ്രൊസീജിയറിന് ഉണ്ടാകാറില്ല. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കോൾപോസ്കോപ്പി എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇനി എന്തെങ്കിലും ടെസ്റ്റിൻ്റെ സമയത്ത് നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റ് ഈ ഒരു കോൾപോസ്കോപ്പി ചെയ്യാൻ പറയുകയാണെങ്കിൽ ആരും പേടിക്കാതെ തന്നെ അതിന് തയ്യാറാവുക.